കേരളത്തിൽ ഒരു വണ്ടിയിലും ഒരു ടൂറിസ്റ്റ് ബസ്സിനകത്ത് ഈ സാധനമില്ല. ഇവിടെ കുറച്ച് സ്പേസ് അധികം കിടക്കുവാണല്ലോ. ഉണ്ട്. അപ്പോൾ കുരുക്ഷേത്രത്തിലെ വില്ലാളി വീരന്മാരെല്ലാം ഇവിടെ നിരന്ന് കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം കഴുകി റെഡി ആയിട്ടിരിക്കുകയാണ്. അത്യാവശ്യമായിട്ട് ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് പ്രജാപതിയുടെ റിവ്യൂ ആണ് കേട്ടോ. അപ്പോൾ വണ്ടിയെല്ലാം നേരെ അങ്ങോട്ട് എടുക്കാൻ പോവാണ്. അപ്പോൾ അത് തന്നെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. വെൽക്കം ബാക്ക് ടു മല്ലു റാപ്റ്റർ. ഇറ്റ്സ് മീ രഞ്ജു ആൻഡ് സ്ട്രൈറ്റ് ടു വീഡിയോ. Autonomy is an illusion. Autonomy is an illusion. Most people can't even decide what color to wear or which burger to eat. What the does it matter, man? Autonomy is an illusion. Autonomy is an illusion. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രജാപതിയുടെ സെക്കൻഡ് അപ്ഡേഷനിൽ വന്നിട്ടുള്ള ഒരു ലുക്ക് കേട്ടോ. ഭയങ്കര രസമായിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് നമ്മുടെ പ്രേചേട്ടൻ പറഞ്ഞുതരും എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. ഒരു സൈഡിൽ നിന്ന് തുടങ്ങാം. മേളിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ നമുക്ക് ടോപ്പ് ലൈറ്റ് കാണാം. ടോപ്പ് ലൈറ്റിന്റെ നിയോൺ ചെയ്തിട്ടുണ്ട്. നേരത്തെ നമുക്ക് ടോപ്പ് ലൈറ്റ് മാത്രമേ ഉള്ളായിരുന്നു അല്ലേ? ടോപ്പ് ലൈറ്റ് മാത്രം, നിയോൺ ഇല്ലായിരുന്നു. നിയോൺ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പിക്സൽ നെയിം ബോർഡ് പിക്സൽ ചെയ്തു. പിന്നെ സൈഡിൽ നമുക്ക് ഒരു ലൈറ്റ്സും കാര്യങ്ങളും ഒക്കെ സൈഡിലെ സെറ്റ് ആക്കിയിട്ടുണ്ട്. അതെന്തായാലും ഭയങ്കര ലുക്ക് അല്ലേ? ബൗൺസിങ് ആയിട്ട് ചെയ്തേക്കുന്നത്. അതിപ്പോൾ അതിന്റെ മോഡ് മാറി കിടക്കുക. നമുക്ക് മോഡ് മാറ്റാൻ പറ്റും. മോഡ് മാറ്റി നമുക്ക് രണ്ടും ഒരേ ലെവലാക്കാൻ പറ്റും. ഇതിപ്പോൾ രണ്ടും ഒരേ ലെവലാണ് വർക്ക് ചെയ്യുന്നത്. ഇത് ബൗൺസിങ് ആയിട്ട് നിൽക്കും. ഇങ്ങനെ ഓരോന്ന് വന്ന് വീഴുന്ന ബോള് ഇങ്ങനെ ഇടുന്ന പോലെ ഇങ്ങനെ തുള്ളി നിൽക്കും. പിന്നെ അത് കഴിഞ്ഞിട്ടായിട്ട് വന്നു കഴിഞ്ഞാൽ ഹെഡ്ലൈറ്റ് രണ്ടും മാറിയിട്ടുണ്ട് അല്ലേ? പുതിയ ഹെഡ്ലൈറ്റ് അതിലെ നിയോൺ ലൈറ്റ്. പിന്നെ ഗ്രില്ലിന്റെ ഭാഗത്ത് പിക്സൽ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇത് നമ്മുടെ ഈ ഒരു ലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇമ്പോർട്ടഡാ അല്ലേ? ഇത് എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഒരു വണ്ടിയിലും ഒരു ടൂറിസ്റ്റ് ബസ്സിനകത്ത് ഈ സാധനമില്ല. കേരളത്തിൽ ആദ്യമായിട്ടാണോ ഈ ഒരു സാധനം വരുന്നത്? ഈ സാധനം ഫോറിനാണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹെഡ്ലൈറ്റിൽ തന്നെ കൊടുത്തേക്കുന്ന ഒരു ലൈറ്റാണ്. ഇത് ഹെഡ്ലൈറ്റിന്റെ DRL ഓൺ ആകുമ്പോൾ ഇതിന്റെയും DRL ഓൺ ആവും. പിന്നെ ഇത് നമുക്ക് വേണമെങ്കിൽ മാത്രം അത് സെപ്പറേറ്റ് ഇടാൻ പറ്റും. ഓണാക്കി കാണിക്കാം. നല്ല പവറാണ്, ഭയങ്കര പവറാണ് അല്ലേ? അപ്പോൾ ഭയങ്കര വെട്ടമാണ് അത് കാണാനായിട്ട്. ദൂരെ നിന്നൊക്കെ വരുമ്പോഴേ ഭയങ്കര രസമായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ കാര്യം വരുന്നത് അല്ലേ? നമുക്ക് അതിൻ്റെ ഉപയോഗം ഇവിടെ ഇല്ല. നമ്മൾ മഞ്ഞുള്ള സ്ഥലത്ത് പോകുമ്പോൾ ഫോഗ് ലാമ്പിൻ്റെ മെയിൻ ഉപയോഗം അങ്ങനെയാണല്ലോ. കൊടൈക്കനാലിലൊക്കെ പോകുമ്പോൾ അതിൻ്റെ ഉപയോഗമുള്ളൂ. അല്ലാതെ നമുക്ക് ഇതിൻ്റെ ഉപയോഗം ഇവിടെ വരുന്നില്ല. കാണാനും ഷോയാണ്. പിന്നെ അത്യാവശ്യം നല്ല ലുക്കായിട്ടുണ്ട്. മറ്റേ ലൈറ്റിൻ്റെ കൂട്ട് വെള്ളം കയറിയുള്ള കംപ്ലൈൻറ്റോ ഒന്നും വരത്തില്ല. ഇത് ഭയങ്കര പ്രീമിയം ഫീലാണ് കേട്ടോ. ഭയങ്കര ലുക്കായിരുന്നു. പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. നമ്മൾ ഇതിന്റെ ചെറിയ ഐറ്റമൊക്കെ നമ്മുടെ ഇവിടെ കാറിലൊക്കെ നമ്മൾ കാണുന്നതാണ്. ഇതിന്റെ അല്ലേ? ബസ്സിൽ നമ്മൾ ആദ്യമായിട്ടാണ് ഞാനും കാണുന്നത്. അതുപോലല്ല ഈ സാധനം. ഇതിനകത്ത് 24-ഉം 12-ഉം എടുക്കും. 12 എടുക്കും അല്ലേ? അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. അതാണ് വരുന്നത്. പിന്നെ അടിയിൽ നമ്മുടെ ആ ഒരു ലൈറ്റ്സ് ലിപ്പ് വന്നിട്ട് അതിൽ നിയോൺ ചെയ്തിട്ടുണ്ട്. ലിപ്പിൽ നിയോൺ ചെയ്തിട്ടുണ്ട്. പിന്നെ താഴെ ഫ്ലാഷ് ചെയ്തിട്ടുണ്ട്. ഫ്ലാഷ് വരുന്നുണ്ട്. സൈഡിലും അത് വരുന്നുണ്ട്. എല്ലാം വരുന്നുണ്ട്. അത് നമുക്ക് വണ്ടി നീക്കിയിട്ടിട്ട് കാണാൻ പറ്റും. പിന്നെ വീലാർച്ചിലും ലൈറ്റ് വരും. വീലാർച്ചിൽ പിക്സൽ ചെയ്തിട്ടുണ്ട്.
അപ്പോൾ അതാണ് ഈ ഒരു വണ്ടിയുടെ ഓവറോൾ എക്സ്റ്റീരിയർ ലുക്ക് എന്ന് പറഞ്ഞാൽ. നമ്മൾ ക്യാബിലോട്ട് കയറി വരുമ്പോൾ നമ്മുടെ പ്രജിചാണ്ടിന് ഇവിടെ ഇരിപ്പുണ്ട്. പ്രജാപതിയുടെ സാരഥി. അതെന്ത് പ്രജാപതി? അത് കൊള്ളാമല്ലോ, ഭയങ്കര ടൈമിംഗ് ആണല്ലോ. ആണോ? അതെന്തായാലും കൊള്ളാം. അതുപോലെ തന്നെ ചേട്ടാ, നമ്മുടെ സെക്കൻഡ് അപ്ഡേഷനിലെ ക്യാബിനിൽ എന്തൊക്കെ വർക്കാണ് ചെയ്തിരിക്കുന്നത്? ഇവിടെ ഫോർവേഡ് വരുന്നുണ്ട്. അത് അടച്ചു വെച്ചേക്കോ അല്ലേ? ഓക്കെ. അതിൻ്റെ ആ ഒരു ഇത് കൊടുത്തിട്ട് നെയിം ബോർഡ് നമ്മൾ പിക്സൽ വന്നല്ലേ? നെയിം ബോർഡ് പിക്സൽ ചെയ്തിട്ടുണ്ട്. ആ ഒരു ഇതാണ് നിങ്ങൾ ഈ കാണുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു ബില്ലറ്റ് ഉണ്ട്. പിന്നെ ബാക്കി നേരത്തെ ഇരുന്ന എന്തൊക്കെ വർക്കായിരുന്നു? നേരത്തെ ഉണ്ടായിരുന്ന വർക്കല്ലേ? ആ ഒരു കിരൺ ലൈറ്റ്സ് ഒക്കെ ഇപ്പൊ കയറ്റിയ അല്ലേ? നമുക്ക് നമ്മളെന്തായാലും നൈറ്റ് റണ്ണിങ് ഷോട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് അതിൽ കാണാം. അപ്പോൾ ആ ഒരു ലൈറ്റ്സ് ഒക്കെ അല്ലേ സൈഡിലും നമ്മൾ ഒക്ടാ ഹെഡ് വെക്കുന്നതിന് പകരം ആ ഒരു ഇത് ചെയ്താ അല്ലേ? ഒന്ന് വെറൈറ്റി പിടിച്ചാണ് തൽക്കാലത്തേക്ക് അത് ചെയ്തത്. അതും ഇതിന്റെ ഇത് ഫുൾ വർക്ക് ചെയ്ത് കഴിഞ്ഞില്ല. അതിന്റെ ഇനി വർക്ക് നടക്കുന്നത് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ട് ബാക്കി ചെയ്യാന്നുള്ള ഒരു പ്ലാനിലായി. അപ്പൊ ക്യാബിനിൽ ഇനി അപ്ഡേഷൻ വരുന്നുണ്ടോ? പിന്നെ അപ്ഡേഷൻ വേറെ സാധനങ്ങളുണ്ട്. പിന്നെ പുറത്തു വിടുന്നില്ല തൽക്കാലം പുറത്തു വിടുന്നില്ല. സീക്രട്ട് ആണ് സംഭവം. വേറെ ഒന്നല്ല, നമ്മളിപ്പോഴും വണ്ടി കയറ്റിടാൻ പോകുന്നുള്ള സാഹചര്യം ഉണ്ടായില്ലായിരുന്നു. ഇപ്പൊ വീണ്ടും അപ്പൊ അപ്ഡേഷൻ ചെയ്യാനൊരു ഇത് മടി. അതെല്ലാം ക്യാൻസൽ ആയി. അതെ ഈ പറഞ്ഞ പോലെ പൈസ മുടക്കിയിട്ട് പിന്നെ നമുക്കറിയത്തില്ലേ. പിന്നെ ഇത്രയും മുടക്കിയിട്ട് G-Form കയറ്റി കഴിഞ്ഞാലും പിന്നെയും കംപ്ലൈന്റ് ആവും. ചുമ്മാ കിടന്നു കഴിഞ്ഞാൽ കംപ്ലൈന്റ് ആവും. ഇപ്പൊ തന്നെ ഇത്രയും വണ്ടികൾ ഇറങ്ങിയപ്പോ തന്നെ നമ്മുടെ വണ്ടി നല്ല ഒട്ടുമിക്ക ടൂറിസ്റ്റ് ബസ്സുകൾ എല്ലാരും കിടന്നു കഴിഞ്ഞിട്ടേ കിടന്ന് ഇറങ്ങിയ ഒത്തിരി പേര് നല്ല രീതിയിൽ പൈസ മുടക്കിയിട്ടാണ് ഇപ്പൊ വണ്ടി ഇറക്കിയിരിക്കുന്നത്. അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. നമ്മുടെ പ്രേക്ഷകരും ഇപ്പം വണ്ടിയുടെ മെയിൻ്റെനൻസ് ആണെങ്കിലും നല്ല രീതിയിൽ ഒരുപാട് പൈസ ചെലവാകുന്നുണ്ട്. അതെന്തായാലും ഇപ്പൊ ഒരു ഇത്ര നാള് G-Form കയറി കിടന്നു കഴിഞ്ഞാല് നമുക്ക് പിന്നെ അറിയാം. പിന്നെ പോരാതെ ഇൻഷുറൻസും ടാക്സും ഒന്നും കുറവ് ചെയ്യുന്നില്ലല്ലോ. അതില്ലല്ലോ, ഒന്നും പറയണ്ട. അപ്പോൾ അതാണ് ക്യാബിനിലെ കാര്യം. ഇവിടെ നമുക്ക് സോണിയുടെ 2 സ്പീക്കേഴ്സ് കാണാം കേട്ടോ. സോണിയുടെ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്കി ആമ്പും കാര്യങ്ങളും ഒക്കെ അവിടെ ഉണ്ട്. പിന്നെ ഫിനിക്സിലെ വർക്കാണ് വരുന്നത്. അപ്പോൾ അതാണ് ഈ ഒരു ക്യാബിനിലെ കാര്യം. ക്യാബിനിൽ ഇനി അപ്ഡേഷൻ വരുന്നുണ്ട്. നമുക്ക് എന്തായാലും ഇന്റീരിയർ ഒന്ന് നോക്കാം. അപ്പോൾ പ്രേചേട്ടാ, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ സെക്കൻഡ് അപ്ഡേറ്റിൽ ഈ ഒരു വണ്ടിയിൽ ഫുള്ളായിട്ട് ചെയ്തിരിക്കുന്നത്? ഇവിടെ ഫ്രണ്ടിൽ ചെയ്തേക്കുന്നത് കണ്ടോ, 2 സബ് വന്നിട്ടുണ്ട്. JBLന്റെ 1250 വാട്ടിന്റെ 2 സബ് അല്ലേ? രണ്ടും സെയിം സബ് വന്നിട്ടുണ്ട്. അത് വർക്ക് കണ്ടാലേ നമുക്ക് മനസ്സിലാവും, ഫിനിക്സിൽ തന്നെ ചെയ്തതാന്ന് മനസ്സിലാവും ആ ഒരു വർക്ക്. അതിന് നിയോൺ കൊടുത്തിട്ടുണ്ടല്ലേ? അതിനും നിയോൺ സ്ട്രിപ്പ് നമുക്ക് കാണാം. പിന്നെ ഇവിടെ ഒരു മൂവിങ് LED കാണാം. അതുപോലെ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ഇവിടെ നമുക്കൊരു മൂവിങ് LED കാണാം. പിന്നെ ബില്ലറ്റ്. പിന്നെ ബാക്കിലോട്ട് വരുമ്പോൾ പിന്നെ നമ്മൾ DD ആണ് ഇപ്പൊ ചെയ്തേക്കുന്നത്. ബാക്കിലെ 2 DD. അപ്പൊ ഈ സ്പീക്കേഴ്സ് ബെർത്തി വരുന്ന എല്ലാം പൈനിയറിന്റെ സോണിയുടെ അല്ലേ? അതേ ഉള്ളൂ. രണ്ടും കമ്പൈൻ ചെയ്തേക്കുന്നത്. ഇതിനകത്ത് മാത്രമേ ഉള്ളൂ പൈനിയർ, ബാക്കി ഫുൾ പൈനിയർ. ബെർത്തിലിരിക്കുന്ന എല്ലാം സോണി. ഇതിനകത്ത് നമ്മൾ സബ് ചെയ്തായിരുന്നു. അപ്പൊ ഇവിടുന്ന് സബ് ഇവിടെ ഇരിക്കുന്നവർക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് സബ് മാറ്റി സബിന്റെ ഇത് മാറ്റി സ്പീക്കർ അത് രണ്ടും സോണി ചെയ്തിട്ട് ഇതിനകത്ത് അല്ല, അത് രണ്ടും പൈനിയർ ചെയ്തിട്ട് ബാക്കി ബെർത്തിലെല്ലാം സോണി അല്ല സ്പീക്കറുകളാണ്. പിന്നെ ബാക്കിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു പോർഷൻസിലെല്ലാം നമുക്ക് നിയോൺ ഉണ്ടല്ലേ അകത്ത്? അതിനകത്തെല്ലാം ഉണ്ട്. അപ്പൊ അത് ലൈറ്റ് ഇട്ട് കഴിയുമ്പോൾ നല്ലൊരു വൈബായിരിക്കും. കുറച്ചുകൂടെ കഴിഞ്ഞിട്ടുണ്ട് അതാകുമ്പോൾ. അതെ, കുറച്ചുകൂടി ഡാർക്ക് ആയാലേ ആ ഒരു ഇത് കിട്ടത്തുള്ളൂ നമുക്ക്. പിന്നെ ഇവിടെ നമുക്കൊരു മൂവിങ് LED ലൈറ്റ് നമുക്കിവിടെ കാണാം. അതുപോലെ ഇവിടെ നമുക്കൊരു ബില്ലറ്റ് വരുന്നുണ്ട്. ഇവിടെ കുറച്ച് സ്പേസ് അധികം കിടക്കുവാണല്ലോ. ഉണ്ട്, അവിടെ സാധനങ്ങൾ വരും. അവിടെ എന്തോ മാരക സാധനം വരുന്നുണ്ട്. അപ്പൊ അവിടുന്ന് ബാക്കിലോട്ട് നോക്കുകയാണെങ്കിൽ 2 DD ഇപ്പൊ ചെയ്തതാണ്. ഫിനിക്സ് ചെയ്തതാണ്. പിന്നെ താഴെ നമുക്ക് ഫോർഹെഡ് കാണാം. പിന്നെ ഇത് രണ്ടും സോണിയുടെ സ്പീക്കേഴ്സ് ആണല്ലേ വരുന്നത്? 6 ഇഞ്ചും 8 ഇഞ്ചും സോണിയുടെ സ്പീക്കേഴ്സ് ആണല്ലേ വരുന്നത്. അപ്പൊ അതാണ് ഓവറോൾ ഈ ഒരു വണ്ടിയിലെ സെക്കൻഡ് അപ്ഡേഷൻ ചെയ്തേക്കുന്നത്. ഇനി എന്തായാലും അപ്ഡേഷൻ തീർന്നു എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇനി ഓരോന്ന് വരുന്നോണ്ടാണല്ലേ. ഓട്ടോ ഇല്ലെങ്കിൽ ഇതെല്ലാം ചെയ്തു വെച്ചിട്ട് കാര്യമില്ല. അത് ശരിയാണ്. നമ്മളോട് പറഞ്ഞു നമുക്ക് തൽക്കാലം ഇതിങ്ങനെ നിർത്താം. ബാക്കി വണ്ടി ഒന്ന് ഓടി തുടങ്ങുമ്പോൾ വീണ്ടും ഉഷാറായിട്ട് വരാം. നമ്മുടെ നിയമങ്ങളൊക്കെ അല്ലേ മാറി തിരിഞ്ഞൊക്കെ വരുന്നുണ്ടല്ലോ. അത് പിന്നെ നമ്മൾ പ്രത്യേകിച്ച് പറയണ്ട. അപ്പൊ അത് എല്ലാം കൂടെ ഒന്ന് ഇതായിട്ട് ചെയ്യാനുള്ള ഇതിലാണ്. അപ്പൊ അതാണ് ഈ ഒരു വണ്ടിയുടെ ഓവറോൾ കാഴ്ച എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇനി ഇത് നമ്മള്
ഇതൊരു ഡിസൈൻ ലൈറ്റ് ആണ്. ഇത് അതിനകത്ത് ചെയ്തിട്ടുണ്ട്. അക്രിലിക്കിന്റെ ഒരു ഷീറ്റിനകത്ത് ഇതൊരു ഡിസൈൻ അക്രിലിക് ചെയ്തിട്ടുള്ള വർക്കല്ലേ? സ്റ്റിക്കർ ചെയ്തേക്കുവാണ്. ആ ഒരു DJ ബോയുടെ ഒരു ഐറ്റം അല്ലേ ചെയ്തിട്ടുണ്ട്. അതെന്തായാലും കൊള്ളാം. ലൈറ്റ് ഇട്ടാലേ കിട്ടത്തുള്ളൂ. അതിനകത്ത് ലൈറ്റ് വരുന്നില്ലേ? അതിനകത്ത് ലൈറ്റ് വരും. നിയോൺ വരുന്നുണ്ട്. പിന്നെ ബാക്കി എല്ലാ ബസ്സിലുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ആ ഒരു ഫാനും കാര്യങ്ങളും എല്ലാം. അപ്പോൾ അതൊന്നും ഞാൻ എടുത്തു പറയുന്നില്ല. അപ്പോൾ അതാണ് ഈ ഒരു വണ്ടിയുടെ ഓവറോൾ കാര്യം. ഇനി നമുക്ക് അവിടെ വേറൊരു വെറൈറ്റി സാധനം കിടപ്പുണ്ട്. നമ്മുടെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് സാധനം കിടപ്പുണ്ട്. ഇവിടെ റേഞ്ച് റോവർ വേറെ പുതിയ വണ്ടിയല്ലേ? അതെ, നമ്മുടെ പുത്തൻ വണ്ടിയാണ്. അതുപോലെ തന്നെ അവിടെ നമുക്ക്, അതായത് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ഒരു 3 വണ്ടി അവിടെ കിടപ്പുണ്ട്. അപ്പം നമുക്ക് അതൊന്ന് കാണാം. അപ്പോൾ ഇവിടെ നിന്ന് ഇനിയിപ്പോൾ എങ്ങനെ ഇറങ്ങും?